and gentlemen, and welcome to Iron Heart. You can see my expression, and I'm so happy because the day I'm happy, that means stunning is on its way. Yeah. A lot of people have been asking me, when I go to the mall, when I go to shopping, wherever people have asked me, bystanders, where are the bystanders? They are not hiding anywhere. And among here episode, we have come through lots of riders throughout Iron Heart. And with a couple of people have picked up one guy who can explain things, how you can do stunts in a technical way. I have named him Professor Deepak actually. He's come through a lot of things and he's just one-man army. Yes, the one and the only Deepak, the Spider-Man. And check him out on Iron Heart. So, ladies and gentlemen, now again we are back into action with the one-man army. I hope you remember. The man with the passion bike, none other than Deepak the Great. Okay, now the basic thing is that the man applies the physics. Deepak is physics applies to and I have seen his performance and I have judged the way nobody has even judged, correct? In and out, and hard. So, whatever it is, Deepak, tell us how you can implement this thing. Basic feeling and basic feeling. Anybody. For me also, I do the basic feeling. Everyone say the basic feeling and but there are a lot of viewers who wants to know how these things work. So, basic feeling is main നമ്മൾ വണ്ടി കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സൈസ് വെച്ചിട്ടാണ്. നമ്മുടെ കൈനേക്കാട്ടും 3-4 ഇരട്ടി പവർഫുൾ ആണ് നമ്മുടെ കാലുകൾ. നമ്മുടെ സൈസ് വെച്ചിട്ട് വണ്ടീനെ ഫേമായിട്ട് പിടിച്ചതിന് ശേഷം ക്വിക്ക് ക്ലച്ച് റിലീസ് ആണ് നടക്കുന്നത്. അതായത് ഇവിടെ വെച്ചിട്ട് കയ്യുമ്പോഴല്ല നമ്മൾ പവർ കൊടുക്കേണ്ടത്, സൈസ് ഫേമായിട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ ആക്സിലേറ്റർ കൊടുത്തിട്ട് ക്ലച്ച് വിടും. മറ്റൊരു ക്ലച്ച് വിട്ടതിന് ശേഷമാണ് ആക്സിലേറ്റർ കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് വണ്ടി ഇട്ട് പോവുക, അല്ലെങ്കിൽ ടയർ സ്പിന്നോ. അപ്പൊ ആക്സിലേറ്റർ ഇതിന്റെ സൈമിൾട്ടേനിയസ് പ്രോസസ് ആണ്. ആക്സിലേറ്റർ കൊടുക്കും, ക്ലച്ച് വിടും, അങ്ങനെ ഒരു വയസ്സ് വെച്ച് അങ്ങനെയാണ് വണ്ടി എടുത്തു പോകുന്നത്. ഫീലിംഗില് നേരെ റിവേഴ്സ് ആണ്. ക്ലച്ച് ലോഡായതിനു ശേഷം ആക്സിലേറ്റർ തിരികെ കൊടുത്ത് ക്ലച്ച് വിടും, പിന്നെ ആക്സിലേറ്റർ കൊടുക്കും. ആ ഒരു പ്രോസസ് ആണ്. അത് ഒറ്റ സെക്കൻഡിൽ നടക്കും. അങ്ങനെയാണ് വീലിംഗ്. ബേസിക് വീലിംഗിൽ എന്ന് വെച്ചാൽ നമ്മള് സെന്റർ ഓഫ് വെയിറ്റ് റിലീസ് ചെയ്യും. അതായത് വണ്ടി അൺസ്റ്റേബിൾ ആവുകയാണ്. വണ്ടിയുടെ വെയിറ്റ് സെന്ററിന്ന് ബാക്കിലേക്ക് ഇറങ്ങുമ്പോഴാണ് വണ്ടി അൺസ്റ്റേബിൾ ആയിട്ട് ഒരു ടയർ ലിഫ്റ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ പരമാവധി ലീൻ ചെയ്ത് 10 മാക്സിമം ഇറക്കി നമ്മള് മനസ്സിൽ തന്നെ ആ വണ്ടി വീലാവുന്നു എന്നുള്ള ഒരു ഇതില് സൈസ് സ്ട്രോങ് ആയിട്ട് പിടിച്ച് വണ്ടി ആക്സിലറേറ്റ് ചെയ്താൽ വണ്ടി അൺസ്റ്റേബിൾ ആവും. ഈ അൺസ്റ്റെബിലിറ്റിയാണ് പക്ക ബേസിക് ഫീലിംഗ് പറയുന്നത്.
ഇതിനകത്ത് പറയാൻ കാര്യമുണ്ട്. because a lot of people have asked how to do. കുറെ പേര് ചെയ്യുന്നുണ്ട് and they have attempted a lot of things. Okay, there is no point. നമ്മൾ പറയുന്നുണ്ട് don't do it without practice, you have safety gears, but people apply. For those people, these are the technical reasons how you do it. Basic thing എന്ന് പറയുന്നത്. Now, വീലിംഗ് ഇപ്പോ ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് വണ്ടി വെച്ച് നോക്കുകയാണെങ്കിൽ വണ്ടി വീൽ ചെയ്യുമ്പോൾ നമുക്ക് തല ബാക്കിലോ തലയാണ് നമ്മുടെ ബാലൻസിങ്ങിന്റെ ഒരു ഇത് കീ ഫീച്ചർ. തല ഫ്രണ്ടിലേക്ക് നീക്കുന്നതോറും നമുക്ക് എത്ര മുന്തിയാലും നമുക്കൊരു പേടി വരില്ല. മറിച്ച് തല ബാക്കിലേക്ക് വരികയാണെങ്കിൽ തല ഇപ്പോ 90 ഡിഗ്രി അബവ് പോകുമ്പോൾ നമുക്ക് വണ്ടി മലക്കുന്ന് വെച്ചിട്ട് നമ്മൾ ഫുൾ കൈവിട്ടിട്ട് ഈവൻ വീൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് എല്ലാവരും വീഴണത് ബാക്കിലേക്കല്ല, നമ്മളൊരു 90 ഡിഗ്രി എത്തുന്നതിന് മുമ്പ് തന്നെ പേടിച്ചിട്ട് കൈവിട്ടിട്ട് വണ്ടി സൈഡിലേക്കായിരുന്നു. അതായത് ഒരു വണ്ടിയും ഇന്ത്യൻ റോഡത്തിൽ ഒരു വണ്ടിയും ബാക്കിലേക്ക് ക്ലാസിലോ ബാക്കിലേക്ക് വീഴോ വളരെ ചാൻസ് കുറവാണ്. മിക്ക വണ്ടികളും വീഴുന്നതാണ്. അതായത് ഹെഡ് മാക്സിമം പൊസിഷൻ ചെയ്യും. തല പൊസിഷൻ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് വണ്ടിയെ ഓവർറൂൾ ചെയ്യാൻ പറ്റും. നമ്മളാണ് വണ്ടീനെ ഓടിക്കുന്നത്. വണ്ടി നമ്മളെ ഓടിക്കുന്ന ഒരു സ്ഥിതി വരുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും കൈവിട്ട് പോകുന്നത്. What we want to like to know is how to do burnouts. Burnouts എന്നുള്ള ഒരു വേറൊരു ലെവലാണ്. അതിനകത്ത് വണ്ടിക്കാണ് ഏറ്റവും കൂടുതൽ ഡാമേജസ് വരുന്നത്. It's pretty easy done. We've got little bit of strong heart can do it. കുറച്ച് മെനക്കെട്ട് മാത്രമേ അതിന് വേണ്ടുള്ളൂ. But again, വണ്ടിക്കാണ് ഏറ്റവും കൂടുതൽ ഡാമേജസ് അതിനകത്ത് വരുന്നത്. And Deepak, how do you ആക്ച്വലി നമ്മള് ഫ്രണ്ടിൽ ഒരു വെയിറ്റും കൊടുക്കുന്നുണ്ട്. അതായത് ബാക്കിൽ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ടയർ ഫുള്ളായിട്ട് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യില്ല, ഫ്രിക്ഷൻ ഉണ്ടാവില്ല. ഫ്രിക്ഷനിലൊക്കെ ആകുമ്പോൾ ടയർ വെയിറ്റ് ചെയ്യും. ഓക്കെ, പക്ഷെ ആ വെയിറ്റിന്റെ ഇതിൽ സോഫ്റ്റ് റബ്ബർ ആകുമ്പോൾ പുക വരും, സ്മോക്ക് ചെയ്യും. അപ്പോ അതൊരു എന്റർടൈൻമെന്റ് ആണ്. ശരിക്കുള്ള ഐഡന്റിറ്റി നേടിയിരിക്കും. ഇവിടെ പറയണ പോലെ തന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ നമ്മളാണ് ഇരിക്കുക. അപ്പോൾ അതിന് വണ്ടിയുടെ ഫുൾ ടോർക്ക് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വണ്ടി നേരെ മേലേക്ക് ചാടും. അപ്പോ ശരിക്കും സൂയിസൈഡ് അറ്റംപ്റ്റ് പോലെ തന്നെയാണ്. അത് അത്ര നമുക്ക് ഫേവറബിൾ അല്ല.
thing which I would like to ask is, when you go on Christ, okay, when you go do the Christ stand, I can say flight. Instead of Christ, I can say flight. Okay. എനിക്കൊരു ഫ്ലൈറ്റ് തന്നെയാണ് നോ ഹാൻഡർ എന്ന് പറയും. No handle. അത് നമ്മൾ സീറ്റുമ്പോഴാണ് കയറിയിരിക്കുന്നത്. വണ്ടി സീറ്റുമ്പോൾ കയറിക്കണമെങ്കിലും നമുക്ക് വണ്ടിയുമ്പോൾ ഫുൾ കൺട്രോൾസ് ഉണ്ടായിരിക്കും. നമ്മൾ ടോസ് വെച്ചിട്ട് തള്ളവരിൽ വെച്ചിട്ട് വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു ഹാപ്പിനെസ്, അതായിരിക്കും ഏറ്റവും കൂടുതൽ ആ ഒരു സ്റ്റണ്ടിനെ ഇത്ര ജനപ്രിയമാക്കിയത്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് എങ്ങാനും കൺട്രോൾ യൂസ് ചെയ്താല് ടോട്ടൽ ഡാമേജ് ആണ്, വണ്ടിക്കാണെങ്കിലും മുകളിൽ നിൽക്കുന്ന റൈഡറിനാണെങ്കിലും. Deepak, and wish you all the best. Again, when I have Srijan again talk, which she is here for the third time.